വൃക്ഷത്തെ എങ്ങനെയാണ് അറിയുന്നത്? ഫലം കൊണ്ടാണ്, അല്ലാതെ അതിന്റെ വരങ്ങൾ കൊണ്ടല്ല. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. വരങ്ങൾ നല്ല കാര്യമാണ്. ഞാൻ എല്ലാ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സും എക്സസൈസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് എതിരൊന്നുമല്ല, ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കൊരിന്ത്യയിലെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഈ കൃപാവരങ്ങളിൽ അമിതമായിട്ട് പുകഴരുത്. അതൊക്കെ ദൈവം നിങ്ങൾക്ക് പകുത്തു തരുന്ന വരങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. വരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗിഫ്റ്റ്. കാരിസ്മാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് എന്നാണ്. ഗ്രേസ് ഗിഫ്റ്റ്സ് ആണ്. ഗിഫ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ റിവാർഡല്ല. നമ്മുടെയൊക്കെ ചിന്ത ഇത് റിവാർഡാണെന്നാണ്. പെന്തിക്കോസുകാർക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, അന്യഭാഷ നിന്റെ വിശുദ്ധിക്കുള്ള ഒരു റിവാർഡായിട്ട് ദൈവം തന്നെന്നാണ് നിങ്ങളുടെയൊക്കെ ചിന്ത. അല്ലെ, ഇതിനെ വിളിക്കുന്നത് തന്നെ എന്താണ്? കൃപയെന്നാണ് വിളിക്കുന്നത്, കൃപാവരം. ഇല്ലേ? നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അന്യഭാഷ കിട്ടും, പിന്നെയും വിശുദ്ധിയോടെ ജീവിച്ചാൽ പ്രവചനവരം കിട്ടും, കുറെ കൂടെ വിശുദ്ധിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. അങ്ങനെ നിന്റെ വിശുദ്ധിക്കുള്ള റിവാർഡ് അല്ല കൃപാവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കേണ്ടത് കൃപാ വരമെന്നല്ല വിളിക്കേണ്ടത്. പിന്നെ വിളിക്കേണ്ടത് എന്താണ്? പ്രതിഫലമെന്നാണ് വിളിക്കേണ്ടത്, റിവാർഡ്. ഇത് റിവാർഡ് അല്ല. റിവാർഡൊക്കെ അങ്ങ് മോളിൽ ചെല്ലുമ്പോഴേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലഭിക്കുന്നതെല്ലാം എന്താണ്? കൃപയാണ്, കൃപ. ഇതിന്റെ പേരിൽ അഹങ്കരിക്കരുത് പ്ലീസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നിങ്ങൾക്ക് തരുന്ന കൃപാവരങ്ങളിൽ അഹങ്കരിക്കരുത്. ദാറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ്. ദൈവം എനിക്ക് തന്ന റിവാർഡ് അല്ല, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അത് ചിലപ്പം പെട്ടെന്ന് ദൈവം എടുത്ത് കളഞ്ഞില്ലെന്നിരിക്കും. അതാ ഈ പല പ്രവാചകന്മാരിലും പറ്റുന്ന ഒരു പ്രശ്നം. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എങ്ങനെ അവരെ അറിയുന്നത്? അവരെ ഫലങ്ങളാൽ തിരിച്ചറിയാം. അവരുടെ ലൈഫ് എങ്ങനെയുണ്ട്? എത്ര വലിയ പ്രസംഗം പ്രസംഗിച്ച് എങ്ങനെയൊക്കെ എത്ര അത്ഭുതങ്ങൾ കാണിച്ചാലും വല്ലോന്റെയും ഭാര്യയുടെ കൂടാണ് ജീവിക്കുന്നതെങ്കിൽ അവനെ വീട്ടിൽ കയറ്റരുത്. അവന്റെ ലൈഫാ നമ്മൾ നോക്കേണ്ടത്. അവന്റെ ജീവിതം നോക്ക്, അവന്റെ ഇടപെടലുകൾ നോക്ക്, അവന്റെ സംസാരം നോക്ക്. പുറത്തോട്ടിറങ്ങുമ്പോൾ വായിന്ന് വരുന്നത് ലോകക്കാരുടെ പോലും വായിൽ വരാത്തതാണ്. സഭയെ വരുമ്പോഴത്തേക്ക് ഹല്ലേലൂയായും സ്തോത്രം പറഞ്ഞിട്ട് എന്തെടുക്കാനാ? ഫലങ്ങളാലാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് കൃപാവരങ്ങളിൽ അമിത പ്രാധാന്യം കൊടുത്തതായ കൊരിന്ത്യ സഭയോട് പൗലോസ് പറയാണ്, കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നല്ല കാര്യമാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയെ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും. അതുകൊണ്ട് പ്രവചനപരം നടക്കുന്നു വെച്ചോ, പ്രവചനവും എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പൊ ഇതിനേക്കാളൊക്കെ വലുതാണ് എന്ത്? സ്നേഹം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോവുക, ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ട് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, അതൊന്നും ഇവിടെ ആരും ചെയ്യത്തൊന്നുമില്ല, ഇങ്ങോട്ട് കിട്ടുന്നതല്ലാതെ. ഈ പ്രവാചകന്മാർക്ക് വല്ലതും അങ്ങോട്ട് കൊടുത്തു വല്ല പരിചയമുണ്ടോ? അപ്പോസ്തലന്മാരും യേശുവും എല്ലാം അങ്ങോട്ടാ കൊടുത്തത്. എല്ലാവരും ഇങ്ങോട്ട് വാങ്ങിക്കുകയാണല്ലോ. അത് തന്നെ മനസ്സിലാക്കണം. ഇത് ഒരു ആത്മീയ ശുശ്രൂഷ അല്ലെന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ഇവിടെ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, ഈ ഒരാൾക്കങ്ങ് ആത്മീയം കൂടിയിട്ട് ഉള്ളത് മുഴുവൻ എന്ത് ചെയ്യുന്നു? അങ്ങ് കൊടുക്കുന്നു. എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, അതൊന്നും ആരും ചെയ്യത്തൊന്നുമില്ല, പക്ഷേ ഒത്തിരി കഷ്ടങ്ങൾ സഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ഒക്കെ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ, കാര്യം നീ അറിയാമോ, ഇതിനകത്ത് സന്തോഷിക്കുന്ന ആളുകളുണ്ട്, താഴ്മയിൽ രസിക്കുന്ന ആളുകൾ. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് അതിനൊരു മാനസിക സംതൃപ്തി, അങ്ങനെയുള്ളവരുണ്ട്. അതും ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ അല്ല. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് അത് എനിക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയല്ല ഞാൻ കൊടുക്കുന്നത്. ദൈവം എന്നോട്, അത് ദൈവവുമായിട്ടുള്ള ഒരു ഇതാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കണം, അത് പിന്നെ മറക്കണം. നമ്മളൊരാളെ സഹായിച്ചു കഴിഞ്ഞിട്ട് അത് പറഞ്ഞോണ്ട് നടക്കരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രൊജക്റ്റ് ചെയ്യരുത്, ആളുകളെ നാണം കെടുത്തരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇടത് കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുത്. അല്ലാതെ വിളിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് ഒന്നും അല്ല എന്തെങ്കിലും കൊടുക്കേണ്ടത്. അതും നിങ്ങൾ മനസ്സിലാക്കണം. ആസ് ഫാർ ആസ് പോസിബിൾ നോബഡി ഷുഡ് നോ. ആരെങ്കിലും ഒരാളോ രണ്ടോ പേരോ അറിയുന്നതിനെ കുറിച്ച് അത് യു സി, ഇടം കൈ കൊടുക്കുന്നത്
വലം കൈ അറിയരുത്. അങ്ങനെ കൊടുക്കാൻ പഠിക്കണം. അതാണ് ത്യാഗപൂർണമായ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ കൊടുത്താൽ പോലും അത് സ്നേഹത്തിലല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ ഇത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നറിയാമോ? സ്നേഹമില്ലാതെയും അന്യഭാഷ പറയാം, സ്നേഹമില്ലാതെയും പ്രവചിക്കാം, സ്നേഹമില്ലാതെയും അത്ഭുതം പ്രവർത്തിക്കാം, സ്നേഹമില്ലാതെയും ത്യാഗം ചെയ്യാം. ഇല്ലേ? എനിക്കുള്ളത് എല്ലാം അന്നദാനം ചെയ്താലും ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും. അപ്പൊ ഇതെല്ലാം ചെയ്യാമല്ലോ. പൗലോസ് പറയാണ് ഇതെല്ലാം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ. അതിന്റെ അർത്ഥം എന്തുവാ? സ്നേഹമില്ലാതെയും ഇതൊക്കെ ചെയ്യാമെന്നാ. ഭയങ്കര അപകടമാണത്. സ്നേഹമില്ലാതെ ഇതെല്ലാം ചെയ്താലും യാതൊരു രീതിയിലുമുള്ള പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇനിയുള്ള വേദഭാഗം നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. എനിക്ക് അധികം സമയം അതിനകത്ത് ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും എന്താണ് സ്നേഹം എന്നുള്ളതിനെക്കുറിച്ച്, സ്നേഹത്തിന്റെ പ്രത്യേകതകൾ, സ്നേഹം എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ് അടുത്തത്. ഒരു കാര്യം ഞാൻ പറയാം. ഇനി പറയുന്ന സ്നേഹം പൗലോസ് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ച സ്നേഹമല്ല, യേശുവിൽ നിന്ന് പഠിച്ച സ്നേഹമാണ്. ന്യായപ്രമാണം മോശമായിട്ടല്ല, പക്ഷെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ അന്നത്തെ ഒരു മനുഷ്യന് ഒരു മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് ഒരാളില്ലായിരുന്നു. പക്ഷെ ന്യായപ്രമാണം നിർവഹിച്ച് നിവർത്തിച്ച് ജീവിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ യേശു. പക്ഷെ ഞാനിവിടെ പെട്ടെന്ന് പറയട്ടെ, പഴയ നിയമത്തിലെ കാര്യങ്ങൾ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. പക്ഷെ അത് ചെയ്തു കാണിക്കാൻ ഉള്ള ആരും ഇല്ലായിരുന്നു, അതിനുള്ള ശക്തിയും മനുഷ്യന് ഇല്ലായിരുന്നു. കാര്യം, വീണ്ടും ജനനം നടക്കാത്തിടത്തോളം കാലം ഈ ഉടമ്പടി അനുസരിക്കാൻ നമുക്ക് കഴിയത്തില്ല. വീണ്ടും ജനനം പ്രാപിച്ച ജനങ്ങൾക്ക് യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പുതിയ ഉടമ്പടിയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയും, തീർച്ചയായും കഴിയും. ആ സ്നേഹത്തെക്കുറിച്ച് യേശുവിലൂടെ പൗലോസ് പഠിച്ചതായ സ്നേഹം എങ്ങനെയുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പറയുന്നു, സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. ദീർഘമായി ക്ഷമിക്കുന്നു. ഓരോ ഭാഗങ്ങളും നിങ്ങളൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കണം. ലവ് ഈസ് പേഷ്യന്റ് ആൻഡ് കൈൻഡ്. ദയ കാണിക്കുകയും ചെയ്യുന്നു. ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറയുന്ന ആ വാക്ക് ശരിക്കും കുറെ കാലത്തേക്ക് എന്നുള്ള അർത്ഥത്തിലല്ല, നിരന്തരമായി ക്ഷമിക്കുന്നു എന്നാണ് പഠിക്കേണ്ടത്. സ്നേഹം നിരന്തരമായി ക്ഷമിക്കുന്നു. ഏത് സ്നേഹം? യേശുവിന്റെ സ്നേഹം, ദൈവസ്നേഹം. നമ്മൾ ചിലപ്പോൾ പറയല്ലോ, എത്ര നാളാന്ന് വെച്ചോണ്ടാ ഇതിനെ സഹിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ കയറി? പഴയ ഉടമ്പടിയിലേക്ക് കയറി. പുതിയ ഉടമ്പടിയിൽ സ്നേഹം എത്ര നാളായാലും സ്നേഹിക്കും. എത്ര പ്രാവശ്യം? ഇപ്പം പത്രോസ് ചോദിക്കുന്നില്ലോ, ഞാൻ എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത്? 7 വട്ടം മതിയോ? പക്ഷെ യേശു പറഞ്ഞു 7-70 വട്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ എണ്ണണ്ട. 7 into 70 490 പ്രാവശ്യമൊന്നും ചിന്തിക്കൊന്നും വേണ്ട. അതല്ല അവിടുത്തെ അർത്ഥം. നിരന്തരമായി ക്ഷമിക്കുന്നു. യേശുവിന്റെ ആത്മാവുള്ള ഒരു വ്യക്തി എത്ര നാളാ എന്ന് ചോദിക്കത്തില്ല. നിരന്തരമായി ക്ഷമിക്കുന്നു. ദയ കാണിക്കുകയും ചെയ്യുന്നു. എവിടെയാ ദയ കാണിക്കേണ്ടത്? ദയ കാണിക്കുന്നത് സ്വാഭാവികമായി ഡിമാൻഡ് ചെയ്യാൻ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദയ കാണിക്കുന്നത്. ഇല്ലേ? ദയ കാണിക്കുന്നത്. ഞാൻ ജോലി ചെയ്തിട്ട് ശമ്പളം തരുന്നത് എൻ്റെ കമ്പനി ഉടമസ്ഥന്റെ ഔദാര്യമല്ല, ദയയല്ല. ആണോ? അല്ല, അത് പ്രതിഫലമാണ്. അതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഒരു രീതിയിലും ഡിമാൻഡ് ചെയ്യാനില്ലാത്തവ പിന്നെയും പിന്നെ സഹായിക്കുക, പിന്നെയും പിന്നെയും ദയ കാണിക്കുക. ലവ് ഈസ് പേഷ്യന്റ്. നിരന്തരമായി സ്നേഹിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, അരഗന്റ് അല്ല. ഇറ്റ് ഇസ് നോട്ട് അരഗന്റ് ആൻഡ് റൂഡ്. അതൊരിക്കലും അരഗന്റ് അല്ല, നിഗളിക്കുന്നില്ല. ഓരോ ഭാഗങ്ങളും വായിക്കാൻ നമുക്ക് സമയമില്ല. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം പറയണമെന്നുണ്ട്. ഓരോന്നിനും ഭയങ്കര ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യങ്ങൾ എന്റെ വഴിയെ നടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല എന്നാണ്. നമ്മളെല്ലാ ആളുകളെ സ്നേഹിക്കും. ഞാൻ പറയുന്ന വഴിയെ നടക്കുകയാണെങ്കിൽ ഞാന് സ്നേഹിക്കും, അല്ലെങ്കിൽ സ്നേഹിക്കത്തില്ല. ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ഞാൻ ചില വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വാക്കും ഈ
എപ്പോഴെങ്കിലും എനിക്ക് ഈ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 തന്നെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് എനിക്കുണ്ട്. ദോഷം കണക്കിടുന്നില്ല എന്നുള്ളൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നിർത്തുകയാണ്. എന്താണ് ദോഷം കണക്കിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും അതിന്റെ ഒരു പാരഫ്രൈസ് വേർഷൻ പറയുന്നത് ദോഷങ്ങളുടെ കണക്ക് എഴുതി വെക്കുന്നില്ല എന്ന്. ദോഷങ്ങളുടെ കണക്ക് എഴുതി വെക്കുന്നില്ല എന്ന്. അതായത് നമ്മുടെയൊക്കെ പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളപ്പോൾ എല്ലാ പഴയ കഥകളൊക്കെ എഴുതിയിടും, അത് പറയാൻ തുടങ്ങും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദോഷങ്ങളുടെ കണക്ക് എഴുതി വെക്കുന്നില്ല. ദോഷം കണക്കിടുന്നല്ല, ദോഷങ്ങളുടെ കണക്ക് എഴുതി വെക്കുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു. എല്ലാം, ചിലതല്ല, എല്ലാം പൊറുക്കുന്നു. ഞാൻ എങ്ങനെ ക്ഷമിക്കും ബ്രദറെ? അത് പലപ്പോഴും ഒത്തിരി പേര് കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വരുന്ന ആളെ നിങ്ങൾക്കറിയാമല്ലോ, 100 കണക്കിന് ആളുകൾ. പലപ്പോഴും ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ എങ്ങനെ അത് ബ്രദർ പറയാതെ ഞാൻ അതെങ്ങനെ ക്ഷമിക്കും? എന്നോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അവള് ചെയ്തത്? ഞാൻ എങ്ങനെ ക്ഷമിക്കും? സ്നേഹം എന്ത് ചെയ്യുന്നു? എല്ലാം പൊറുക്കുന്നു. അപ്പൊ ഇന്ന് പോകുമ്പോൾ ഹിസ്റ്ററി മുഴുവൻ തൂത്ത് കളഞ്ഞേച്ച് വേണം പോകാൻ. ഇനി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നത് പൊട്ടന്മാരെന്നാണ്, ഇല്ലേ? നമ്മളെപ്പോഴും പറയുമല്ലോ, അവർ പൊട്ടനാണ്, എന്തോ പറഞ്ഞു ആരും അങ്ങ് വിശ്വസിക്കും. പക്ഷെ അതൊരു വലിയ ഭാഗ്യമാണ്, അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ പൊട്ടന്മാരും പൊട്ടികളുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോവാം. നമ്മുടെ ആളുകൾ പറയുന്നത് അങ്ങനൊന്നും ബ്രദറെ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, അല്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കയില്ല. നമ്മൾ പലപ്പോഴും പൊട്ടന്മാരും പൊട്ടികളുമായിട്ടൊക്കെ ജീവിക്കണം. അതുകൊണ്ട് ദൈവം എന്നെ ഒരു പൊട്ടിയാക്കിയതോർത്ത്, ദൈവം എന്നെ ഒരു പൊട്ടനാക്കിയതോർത്ത് സ്തോത്രം എന്ന് പറയാൻ കഴിയണം. എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം കാര്യങ്ങളൊക്കെ ശരിയായിക്കൊള്ളുന്ന ദൈവമല്ലേ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യം ഇല്ല. എല്ലാം സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇതിനകത്തൊന്നും ഒരു ക്ലോസ് വെച്ചിട്ടല്ല പറയുന്നത്. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. സ്നേഹം എപ്പോഴും അൺകണ്ടീഷണലാണ്. സ്നേഹത്തിന് ഒരു കണ്ടീഷനും ഇല്ല. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. കുറച്ച് കഴിയുമ്പം തീർന്നു പോകുന്നതല്ല സ്നേഹം. പ്രായമാകുമ്പോൾ ഉതിർന്നു പോകുന്നതല്ല സ്നേഹം. ഭാര്യയോ ഭർത്താവോ അവിശ്വസ്തരായാൽ പോലും സ്നേഹം ഉതിർന്നു പോകത്തില്ല. ദൈവസ്നേഹം ചില പ്രയാസമാണ്, എനിക്കറിയാം, പക്ഷെ അതാണ് ദൈവസ്നേഹം. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. എന്നിട്ട് ഒടുവില് ഇപ്പോൾ ആകയാൽ വിശ്വാസം, പ്രത്യാശം, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. 14-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ വാക്യം, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും വേണ്ടാന്ന് ആരും പറഞ്ഞു പഠിപ്പിക്കരുത്. ആത്മിക വരങ്ങൾ വേണം, പ്രവചനവരം വാഞ്ചിക്കണം, പക്ഷേ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. മറ്റേത് കർത്താവ് തരുന്നതാ. ഏതാ? വരങ്ങളൊക്കെ കർത്താവ് തരുന്നതാ. പക്ഷെ സ്നേഹം ആചരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം എപ്പോഴും. ഈ 13-ാം അധ്യായം ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ന് രാത്രി പോയാണെങ്കിലും ഒന്ന് ഇരുന്നൊന്ന് വായിര്. പല വേർഷൻസ് വായിച്ചാൽ വളരെ നല്ലതാണ്. എന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, കർത്താവിന്റെ ഐഹിക ജീവിതം വിട്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. കൃപാവരങ്ങളൊക്കെ നല്ല കാര്യമാണ്, പ്രവചനവരം വാഞ്ചിപ്പിൻ, ഒക്കെ കൊള്ളാം. പക്ഷെ സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രേഷ്ഠവരമെന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ 12-ാം അധ്യായത്തിന്റെ ഞാൻ അതിന്റെ പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? 12-ാം അധ്യായത്തിൽ അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് 13-ാം അധ്യായത്തിൽ സ്നേഹം തുടങ്ങുന്നത്. അപ്പോൾ വരങ്ങളുടെയൊക്കെ ഏറ്റവും അങ്ങേയറ്റത്തെ വരമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സ്നേഹമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഓക്കെ, അപ്പൊ വരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ഫലങ്ങളിൽ ഏറ്റവും ആദ്യത്തേതുമാണ് സ്നേഹം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.